എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഇമെയിൽ ഐ ഡി എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ആവാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അങ്ങ് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിങ്ങളുടെ ഫോണിലുള്ള ജിമെയിൽ എന്ന് പറഞ്ഞ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പണായി വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഒരു 3 ലൈൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അതിൽ നമുക്കിവിടെ താഴെ തന്നെയായിട്ട് നമുക്കിവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫോണിൽ എത്ര ജിമെയിൽ അക്കൗണ്ട് ഉണ്ടോ ആ ജിമെയിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്നുമല്ല നോക്കേണ്ടത്, നമുക്ക് അതിൻ്റെ താഴെ തന്നെയായിട്ട് ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു പേജ് നമുക്ക് സെറ്റപ്പ് ഇമെയിൽ എന്ന് പറഞ്ഞ് നമുക്കൊരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ തന്നെ നമുക്കിവിടെ ഗൂഗിൾ എന്ന് കാണാം. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സൈൻ ഇൻ വിത്ത് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഒരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെ തന്നെയായിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വീണ്ടും 2 ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാം ഫോർ മൈ സെൽഫ്, അതുപോലെ തന്നെ ടു മാനേജ് മൈ ബിസിനസ് എന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണോ അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഏതാണോ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഫോർ മൈ സെൽഫ് എന്നുള്ളിടത്താണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ പിന്നെയും ക്രിയേറ്റ് ചെയ്യ ഗൂഗിൾ അക്കൗണ്ട് എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ ഒരു പേജ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇവിടെ അടിക്കുക, അതുപോലെ നിങ്ങളുടെ ലാസ്റ്റ് നെയിം ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ താഴെ തന്നെയായിട്ട് നെക്സ്റ്റ് എന്ന് കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അടുത്തതായിട്ട് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ ഒരു പേജ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ജെൻഡർ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ താഴെ തന്നെയായിട്ട് നെക്സ്റ്റ് എന്ന് കാണാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെയും നമുക്കിവിടെ ഒരു പേജ് വരുന്നതായിരിക്കും ചൂസ് യുവർ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കിവിടെ ആ പേജിൽ നമുക്കിവിടെ 2 ജിമെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെയായിട്ട് നമുക്കിവിടെ ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ തന്നെ ഒരു 2 ജിമെയിൽ തരും. ഒന്നെങ്കിൽ നമുക്ക് അതിനെ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്, അതല്ലെങ്കിൽ നമുക്കിവിടെ ജിമെയിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനവിടെ അവർ തന്നതിൽ ഒരെണ്ണം ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ താഴെ തന്നെയായിട്ട് നെക്സ്റ്റ് എന്ന് കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ പിന്നെ ഒരു പേജ് വന്നിട്ടുണ്ട് ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ജിമെയിൽ അക്കൗണ്ടിൽ നമുക്കിവിടെ ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കൺഫേം ആയിട്ടുള്ള പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണാം ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ് വിത്ത് മിക്സ് ഓഫ് ലെറ്റേഴ്സ് നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ്. അപ്പോൾ നിങ്ങൾ എല്ലാ സിമ്പിൾസും അതുപോലെ തന്നെ ലെറ്റേഴ്സും നമ്പേഴ്സും കൂട്ടിയുള്ള ഒരു കൺഫേം ആയിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് താഴെ തന്നെയായിട്ട് നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ആഡ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു പേജ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ തന്നെയായിട്ട് യെസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് നമ്മളിവിടെ സക്സസ്ഫുള്ളായിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ തന്നെയായിട്ട് കാണാം നെക്സ്റ്റ്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനുശേഷം നമുക്കിവിടെ കാണാം അടുത്ത പേജിൽ അവരുടെ കുറച്ച് പോളിസിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായി നിങ്ങൾ നോക്കിയതിന് ശേഷം നമുക്കിവിടെ താഴെ തന്നെയായിട്ട് ഐ അഗ്രി എന്ന് കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ ജിമെയിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ടൈം വേറെ വീഡിയോ ആയിട്ട് കാണും വരെ